അല്ലാഹു സ്വമദ്. ഈ ആയത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു അർത്ഥമാണ് അൽ ആലിമു ബിജമീഇൽ മഅലൂമാത്ത്. എല്ലാം കൊണ്ടും അറിഞ്ഞവൻ, എല്ലാം കൊണ്ടും വിവരമുള്ളവൻ എന്നതാണ് മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു ജനങ്ങൾക്കാണെങ്കിലും മറ്റുള്ള സൃഷ്ടികൾക്കാണെങ്കിലും എന്താണ് ഇവിടെ ഖൈർ, അവരുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എല്ലാം അറിയുന്നവനാണ് പടച്ചവൻ. അപ്പൊ നാം ദുആ ചെയ്യുന്നത് പോലെ, നാം ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂല. കാരണം നാം വിചാരിച്ചതായിരിക്കും അള്ളാഹുവിന്റെ ഇൽമിലുള്ളത്. അള്ളാഹു തആല നമുക്ക് കണക്കാക്കി എല്ലാം അറിയുന്നവൻ പടച്ചവനാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള വിവരമില്ലാത്ത ജാഹിര്യങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധികളിലും അള്ളാഹുവിന്റെ ഖദായിലും ഉൾക്കൊള്ളുക എന്നത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഇതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം, മഹാനായ സയ്യിദുനാ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരു മനുഷ്യൻ കടന്നു വരും. അതിന് പറഞ്ഞു, മൂസാ നബിയെ, എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. എന്തിനാ ദ്വാ? എനിക്ക് സ്വർഗത്തിൽ നിങ്ങളോട് കൂടിയിട്ട് സ്വർഗത്തിൽ ഒന്നിച്ച് താമസിക്കാൻ, ഒന്നിച്ചു കൂടാനുള്ള ഒരു അവസരം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. സ്വർഗം കിട്ടാൻ വേണ്ടി ദ്വാരല്ല, പിന്നെ സ്വർഗത്തിൽ ഒന്നിച്ചു കൂടാൻ. ഹബീബായ തങ്ങളുടെ അടുത്ത് റബിയ എന്ന് പറയുന്ന ഒരു സഹാബി വന്നിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ് ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഓ നബിയെ, സ്വർഗത്തിലും ഇതുപോലെ നിങ്ങളുടെ ഒരു റഫീഖാകാൻ, നിങ്ങളുടെ ഒരു കൂട്ടുകാരനാകാൻ എനിക്കൊരു അവസരം കിട്ടാൻ വേണ്ടി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നബിയെ. ഹബീബായ തങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നത് എന്താ? സ്വർഗത്തിൽ നിങ്ങളുടെ റഫീഖാകണം. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞു, ചോദിച്ചത് ഭയങ്കര കടുപ്പുള്ള വിഷയമാണ്, പക്ഷേ എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. കൂടുതലായി സുജൂദ് ചെയ്ത് എന്നെ നീ സഹായിക്കണേ റബിയാണോ. ഇതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചിരുന്നു, മൂസാ നബിയെ, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം താമസിക്കണോ? അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ദ്വാരം, എന്റെ കൂട്ടുകാരനെ സ്വർഗത്തിൽ എന്നോടൊപ്പം എന്ന് എത്തിച്ചു തരണം എന്തുവാ. ആ മനുഷ്യൻ തിരിച്ചുപോയി. നമ്മളെ ചിന്തയിൽ ഈ ദ്വാക്ക് ഇജാബത്ത് എന്താ? നമ്മുടെ ചിന്തയിൽ ഈ ദ്വാക്ക് ഉത്തരം കിട്ടാന്ന് പറഞ്ഞാൽ എന്താ? അയാൾ പിന്നെ എപ്പോഴും മരിക്കുന്നിടത്തോളം അയാൾ പള്ളിയിൽ കാണും. അയാൾ മരിക്കുന്നിടത്തോളം ഇങ്ങനെ പള്ളിയിൽ കണ്ടോടുക. ജമാഅത്തൊന്നും ഒഴിവാക്കാൻ പാടില്ല. നോമ്പ് കൃത്യമായിട്ട് എടുക്കുന്ന ആളായിരിക്കണം. എന്തെങ്കിലും അയാൾക്ക് ദ്വാക്ക് ഇജാബത്ത് ഞമ്മ മനസ്സിലാക്കിയ ഇജാബത്ത് അങ്ങനെയാണ്. പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ല. അയാൾ ദ്വാരത്തിന് തിരിച്ചുപോയി. പോകുമ്പോ അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴി കാട്ടിൽ നിന്ന് ഒരു കരടി ഇറങ്ങി വന്നിട്ട് ആ മനുഷ്യനെ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് അയാൾ കൊന്നുകളഞ്ഞു. ദ്വാരത്തിൽ ആമിഞ്ഞിൽ തിരിച്ചു പോകുമ്പോ നടന്ന സംഭവം, വീട്ടിൽ പോകുമ്പോ ഒരു കരടി വന്നു. എന്നിട്ട് അയാളെ ആക്രമിച്ച് അയാളെ മരിച്ചുപോയി. കുറച്ച് ദിവസം കഴിയുമ്പോ മഹാനായ സയ്യിദുനാ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിക്ക് ഈ വിവരം അറിയില്ല. ഇയാള് കരടി പിടിച്ചതും ഇയാൾ മരിച്ചുപോയതെന്ന് അറിയില്ല. കുറച്ച് ദിവസം കഴിയുമ്പോ മൂസാ നബി ചോദിച്ചു, നമ്മുടെ സദസ്സിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ എന്നോട് സ്വർഗത്തിൽ ഒന്നിച്ചു കൂടാൻ വേണ്ടി ദ്വാരക്കാൻ ആവശ്യപ്പെട്ട ആളായിരുന്നല്ല, അയാളുടെ പോയിട്ട് ചോദിച്ചു. അപ്പൊ ഈ മരിച്ചുപോയ അയൽവാസി ചെയ്തിട്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾക്ക് അറിയില്ലേ, അയാൾ പറഞ്ഞാൽ കരടി കടിച്ചിട്ട് അയാൾ മരിച്ചുപോയി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അത്ഭുതമായിരിക്കും. ഞാൻ സ്വർഗത്തിൽ ഒന്നിച്ച് എനിക്ക് എന്നോടൊപ്പം കൂടാൻ വേണ്ടി ദ്വാരുന്ന ആളല്ലേ. അപ്പൊ അയാൾ മരിച്ചുപോയ. അപ്പൊ കരീമത്താന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ഇടയ്ക്കിടെ സംസാരിക്കാൻ അവസരമുള്ള വാഹന. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, ഇത് എന്ത് പണിയാണ്? ഞാൻ ദ്വാരന്നിട്ട് ആവശ്യമിട്ട് അയാളെ മരിപ്പിച്ചോ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മൂസ, നിന്റെ ദ്വാരക്ക് ഞാൻ അത് ഉത്തരം തന്നതാണോ? നീ ദ്വാരത്തിന്റെ അയാളെ സ്വർഗത്തിൽ എന്നോടൊപ്പം സ്വർഗം ചോദിച്ചതല്ലോ, എന്നോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള അവസരം ലഭിച്ചത്. ആ ദ്വാരക്ക് ഞാൻ ഉത്തരം തന്നതാണ്. മൂസാ നബിക്കാണ് ഇത് മനസ്സിലാക്കുക. കാര്യങ്ങളല്ലേ, മൂസാ നബി ആയാലും ഏത് പ്രവാചകനായാലും അള്ളാഹ് അറിവ് കൊടുത്തില്ലെങ്കിൽ അറിയില്ല. അതേ നാട്ടിൽ നടന്ന സംഭവമാണ്. മൂസാ നബിക്ക് അറിയില്ല, അള്ളാഹ് അറിയിച്ചാലേ അറിയുള്ളൂ. ഏത് പ്രവാചകന്മാരായാലും എത്ര വലിയ ആളാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. അള്ള കഴിവ് കൊടുത്താൽ കഴിവ് കിട്ടും, അള്ള വിവരം കൊടുത്താൽ വിവരം കിട്ടും. ഖിദർ നബിക്ക് അറിഞ്ഞത് മൂസാ നബിക്ക് അറിയില്ല, ഖിദർ നബിക്ക് അറിഞ്ഞു, മൂസാ നബിക്ക് അറിഞ്ഞില്ല. എന്താ കാരണം? ഖിദർ നബിക്ക് അത് അറിയിച്ചു കൊടുത്തു, മൂസാ നബിക്ക് അറിയിച്ചു കൊടുത്തില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനോട് എന്താ പറഞ്ഞെന്നറിയോ? മൂസാ, നിങ്ങള് സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ വേണ്ടി ദ്വാരുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും പോലും മനസ്സറിഞ്ഞിട്ട് എന്നെ വിളിച്ചാലല്ല, ഖൽബിന്റെ ഉള്ളിൽ നിന്നിട്ട് അല്ലാഹ് എന്ന ഒരു വിളി ഇന്ന് വരെ അയാളുടെ ജീവിതത്തിൽ വിളിച്ചിട്ടില്ല മൂസാ നബിയെ. പക്ഷേ നിങ്ങൾ ദ്വാരന്നപ്പോ പ്രവാചകന്റെ ദ്വാരന്റെ, എന്റെ കരീമിന്റെ ദ്വാരല്ലേ, ആ ദ്വാരക്ക് ഉത്തരം തരാതിരിക്കാൻ പറ്റുമോ മൂസാ നബിയെ? അതുകൊണ്ട് ഞാൻ എടുത്ത പണിയാണ്. എന്നറിയോ, ആ മനുഷ്യനിക്ക് കരടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കരടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ കാട്ടിൽ നിന്ന് അയാൾക്ക് വേണ്ടി ഞാൻ ഒരു കരടി ഇറക്കിയതാണ്.
ആ കരടി അപ്പുമ്പോ തന്നെ അയാൾ മേടിച്ചു പോയി. എന്നിട്ട് അയാൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കരടി അടുത്തേക്ക് ചാടി വരുമ്പോ അയാളുടെ കൽബിന്റെ ഉള്ളിൽ നിന്നിട്ട് അയാളോട് വിളിച്ചു. എന്താ വിളി അറിയോ? അല്ലാ അല്ലാ എന്നൊരു വിളിയാണ്. കരടി വരുമ്പോ പേടിച്ചിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു വിളി ഒരാളുകൾക്കാരുണ്ട് അല്ലെ. ജീവിതത്തിൽ വലിയ പ്രയാസം വരുമ്പോ ഉള്ളിൽ നിന്നിട്ട് ഒരു വിളി വിളിക്കാറുണ്ട്. അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ തസ്ലീന്റെ വാലെ കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ല, അത് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു വിളിയാണ്. അങ്ങനെയുള്ള ചില വിളികളായിരിക്കും നമ്മെ അള്ളാഹുവിനെ അടുപ്പിക്കുന്നതും നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമാകുന്നതും. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും പോലും മനസ്സറിഞ്ഞിട്ട് അള്ളാഹ് എന്ന് വിളിക്കാത്ത ആ മനുഷ്യനിൽ നിന്നിട്ട് അയാളുടെ ചുണ്ടിൽ നിന്ന് അയാളുടെ നാവിൽ നിന്നിട്ട് എന്നെ ഞാൻ വിളിപ്പിച്ചു മൂസ, അവരെ വിളി എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ആ വിളിക്ക് പകരം നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു ചാൻസ് ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ടെന്നോ. ഇതാണ് ദുആക്ക് ജവാബ്. ദുആക്ക് ഉത്തരം പറഞ്ഞ അങ്ങനെയാണ്. ഞമ്മ വിചാരിച്ചതുപോലെ ഞമ്മ കഴിഞ്ഞതുപോലെ ആയിരിക്കൂല അള്ളാഹുവിന്റെ തീരുമാനം. അതാണ് പറഞ്ഞത് എല്ലാം കൊണ്ടും അവന്റവരാണ് പഠിച്ചവൻ, ഞാൻ ഇവരുണ്ട്. അതാണ് അല്ലാഹു സ്വമദ്. അപ്പൊ അതുകൊണ്ട് ഉത്തരം കിട്ടിയില്ല, ചോദിച്ചത് കിട്ടിയില്ല. അല്ലെ ഓനെന്താ അങ്ങനാക്കി? പ്രസവിക്കുമ്പോ തന്നെ ആ കുട്ടി എന്തൊരു മന്ദമതിയായിട്ട് വന്ന് ആ പ്രസവിക്കുമ്പോ സമയം തന്നെ കുട്ടിക്ക് കയ്യില്ല, ആരില്ല, അല്ല ചെയ്തത് ശരിയല്ല, ഇതൊന്നും പറയണ്ട. അതിലൊക്കെ അള്ളാഹുവിന്റെ വലിയ ഹിക്മത്തുണ്ടാവും. നാം കാണാത്ത പലതും ആ ബയാനിലൂടെ അള്ളാഹ് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ അയാൾക്ക് അതായിരിക്കും ഖൈറും. ഇതൊക്കെയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അള്ളാഹു ആ രൂപത്തിൽ പടച്ച റബ്ബിനെ മനസ്സിലാക്കി പടച്ച റബ്ബിലേക്ക് ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും അവനിലേക്ക് ഏൽപ്പിച്ച് തവക്കുൽ ചെയ്ത് ഈമാനോട് ഇഖ്ലാസോട് തഖ്വയുള്ള ആളുകളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ അറിയാതെ ധാരാളമായി ഞങ്ങൾ ചെയ്തു പോയവരാണ്. അവിടെ പല രൂപത്തിൽ പല പരീക്ഷണങ്ങളും ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താൻ നമുക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് നാല് നിന്നോട് ചോദിക്കുന്നു, നീ ഗഫൂറാണല്ലോ അല്ലാഹ്, ഗഫാറാണല്ലോ ഉണ്ട്, സമദാണല്ലോ അല്ലാഹ്, അഹദാണല്ലോ ഉണ്ട്. ആ നിന്റെ സമദീയത്വമുണ്ട്, നിന്റെ ആ മഗ്ഫിറത്തുമുണ്ട്. നാം ചെയ്ത പാപങ്ങൾ, കുറ്റങ്ങൾ, ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പൊരുത്തു തരണമുണ്ട്. ഞങ്ങൾക്ക് മാത്രം പൊരുത്തു തന്നാൽ പോരാ. നമ്മുടെ കരടിന്റെ കഷ്ണങ്ങളായ ഉമ്മമാർക്ക്, നമ്മുടെ ഉപ്പമാർക്ക്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർക്ക്, നമ്മുടെ പെണ്ണന്മാർ, നമ്മുടെ കുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ, ഉസ്താദന്മാർ, അല്ലാഹ് നമ്മുടെ കൂട്ടുകാർ, നമ്മെ സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, വസ്ത്രം തന്നവർ, പല രൂപത്തിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോ അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തിയ ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, എല്ലാവർക്കും നീ പൊരുക്കണയുണ്ട്. നിന്റെ പ്രത്യേകമായ കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പല ആളുകളും ശാരീരികമായി പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോ ഇതുപോലെയുള്ള നല്ല സദസ്സിൽ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോട് വസിയത്ത് ചെയ്തവരുണ്ടല്ലോ. ചെറിയ വയസ്സുള്ള ചെറുപ്പക്കാരൻ ക്യാൻസർ പിടിപെട്ട് വലിയ ബേജാറിലാണ്. ഡോക്ടർമാർ ഓപ്പറേഷന് വേണ്ടി വിധിച്ച രോഗിയാണ്. അങ്ങനെ ഇത്തരം രോഗികളുള്ളവർക്കൊക്കെയും ആജിലായ കാമിലായ ശിഫാവ് നൽകി അനുഗ്രഹിക്കണേ ഉണ്ട്, ശിഫാവ് നൽകി അനുഗ്രഹിക്കണേ ഉണ്ടോ. നമ്മുടെ ശരീരത്തിൽ പലവിധ രോഗങ്ങളുണ്ട്, പലവിധ നൊമ്പരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. മാറ്റിത്തരണേ ഉണ്ട്, മാറ്റിത്തരണേ ഉണ്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഖൈർ, എന്താണ് ശർറ് ഞങ്ങൾക്കൊന്നും അറിയില്ല ഉണ്ട്. നീ അറിയിച്ചതല്ലാതെ ഇന്നുവരെ ഒന്നും നമ്മുടെ സ്വന്തമായി അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ജാഹിലികളാണ്, വിവരദോഷികളാണ്. അല്ലാഹുവേ നിന്റെ ഇൽമ കൊണ്ട് നമുക്ക് ഖൈറായത് നീ നടപ്പിലാക്കി തരണേ അല്ലാഹ്, ശർറായത് നമ്മിൽ നിന്ന് നീ അകറ്റണേ ഉണ്ട്. പ്രവാസികളായി അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ ഉണ്ട്. ഓരോ ദിവസങ്ങളിൽ ആയിരക്കണക്കിലുള്ള മുഅ്മിനീങ്ങൾ, പടച്ചവനെ പതിനായിരക്കണക്കിലുള്ള ജനങ്ങൾ വാഹനങ്ങളിലും ഫ്ലൈറ്റിലും ട്രെയിനിലും ബസ്സിലും കാറിലും ബൈക്കിലും പല രൂപത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹ് സർവ്വവിധ അപകടങ്ങളിൽ നിന്നിട്ട് സലാമത്ത് നൽകണേ ഉണ്ട്. ഞാൻ അല്ലാഹ് ഒരു ഫ്ലൈറ്റ് തകർന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചുപോയി. കയറുന്നത് നിന്നിലേക്ക് നമുക്ക് എഴുതിയിട്ടാണെങ്കിൽ ഓരോ യാത്രക്കാരെയും നീ കാക്കണേ ഉണ്ട്. ചെറിയൊരു അപകടത്തിൽ പോലും ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. നമ്മുടെ നാട്ടുകാരും പരിസര നാട്ടുകാരുമായ ഒരുപാട് മുഅ്മിനീങ്ങൾ മുമ്പകൈ നിന്ന് യാത്ര തിരിക്കുകയാണ്. അവരുടെ യാത്രയിൽ വലിയ ബറക്കത്ത് നൽകുക, ഖൈർ നൽകുക, സന്തോഷം നൽകുക. ഒരു അപകടത്തിലും അവരെയോ ഞങ്ങളെയോ
നീ പെടുത്തല്ലേ അവർക്ക് സലാമത്ത് നൽകണേ അല്ലോ. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ഉസ്താദുമാരും പലരും ഇന്ന് പള്ളിക്കാട്ടിലാണ് കൊണ്ട് അവർക്കെല്ലാം നീ പൊരുക്കണേ അവർക്ക് മഗ്ഫിറത്ത് നൽകുന്ന മർഹമത്ത് നൽകുന്ന സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്വർഗീയ സുഖങ്ങളും സന്തോഷങ്ങളും ആ ഖബറാളികൾക്ക് നീ നൽകണേ അവർക്ക് ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير إن شاء الله إن شاء الله നമ്മുടെ പരിശുദ്ധമായ മജ്‌ലിസിനോട് ഓരോരുത്തരും പങ്കെടുക്കാൻ പ്രത്യേകിച്ച് വീടുകളിൽ നിന്ന് വരുമ്പോൾ ശരിയായി പത്തരും നിർബന്ധമായി ഞങ്ങൾ അതുപോലെ നമ്മുടെ അയൽവാസികളോട് ഇക്കാര്യം പറയാം. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും മഹത്തിയാക്കി തരട്ടെ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى